പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 3 ചാപ്റ്റേഴ്സിലെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഇതിനു മുമ്പത്തെ ഒരു വീഡിയോയിൽ 1 മുതൽ 6 ചാപ്റ്റേഴ്സ് വരെയുള്ള വൺ വേർഡുകൾ ഡിസ്കസ് ചെയ്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3 ചാപ്റ്ററിലെ വൺ വേർഡ്സ് ആണ്. 7 മുതൽ 10 ചാപ്റ്റർ വരെയുള്ളത്. അതായത് ഫോർമേഷൻ ഓഫ് എ കമ്പനി, സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസ്, ഇന്റേണൽ ട്രേഡ്. ഈ 3 ചാപ്റ്ററിലെ വൺ വേർഡുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. First one, I inform the creditors and outsiders what the company is permitted to do. Who am I? ഞാൻ ക്രെഡിറ്റേഴ്സിനോടും ഔട്ട്സൈഡേഴ്സിനോടും എന്താണ് കമ്പനിയിൽ പെർമിറ്റ് ചെയ്യുന്നത്, അനുവദിക്കുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആരാണ്? ക്യാപിറ്റൽ ക്ലോസ്, ലയബിലിറ്റി ക്ലോസ്, ഡൊമിസൈൽ ക്ലോസ്, ഒബ്ജക്റ്റ് ക്ലോസ്. അപ്പൊ അതിലെ കറക്റ്റ് ആൻസർ ഒബ്ജക്റ്റ് ക്ലോസ് ആണ്. അതിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഒബ്ജക്റ്റ് കമ്പനിയുടെ ലക്ഷ്യങ്ങളെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ എന്താണ് കമ്പനിയിൽ നടക്കുന്നത്, അതിൽ വിട്ടിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട് മെമ്മറാണ്ടത്തിൽ ചെയ്യാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മെമ്മറാണ്ടത്തിന്റെ കണ്ടന്റ്സിൽ വരുന്ന ഒരു ക്ലോസ് ആണ് ഒബ്ജക്റ്റ് ക്ലോസ്. A public limited company is not preparing the articles of association. It can adopt table A, table C, table B, table D. പബ്ലിക് കമ്പനിക്ക് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ നിർബന്ധമല്ല. അതിന് പകരം അവർക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് ടേബിൾ എ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. I disclose the purpose for which the share capital of the company will be utilized. Who am I? ഇതിൽ ഡിസ്ക്ലോസ് ചെയ്യുന്നത് എന്താണ്? The purpose for which the share capital of the company will be utilized. എന്തെല്ലാം പർപ്പസിനാണ് ഈ ഷെയർ ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നത്, യൂട്ടിലൈസ് ചെയ്യുന്നത്, ഞാൻ ആരാണെന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ഡൊമിസൈൽ ക്ലോസ്, ക്യാപിറ്റൽ ക്ലോസ്, നെയിം ക്ലോസ്, ഒബ്ജക്റ്റ് ക്ലോസ്. ഇവിടെയും കറക്റ്റ് ആൻസർ ഒബ്ജക്റ്റ് ക്ലോസ് ആണ്. നെക്സ്റ്റ് വൺ, ദ ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ്. ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻസിന്റെ ഉറവിടമാണ് ചോദിച്ചിരിക്കുന്നത്. സാമ്പത്തിക ഉറവിടം. ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, റിട്ടേൺഡ് ഏർണിംഗ്സ്. ഇതിൽ ഏറ്റവും ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത് ഏതാണ്? റിട്ടേൺഡ് ഏർണിംഗ്സ് ആണ്. കൈവശ ലാഭം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഡേഷ് ആർ കോൾഡ് ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റി. ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഇതിനെയാണ് ഡിബഞ്ചർ, കടപ്പത്രത്തിനെയാണ് പറയുന്നത് ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഡാഷ് ഷെയർ ഹോൾഡേഴ്സ് ഹാവ് ദ റൈറ്റ് ടു കൺട്രോൾ ദ കമ്പനി. ഏത് ഷെയർ ഹോൾഡേഴ്സിനാണ് കമ്പനിയെ നിയന്ത്രിക്കാനായിട്ടുള്ള അവകാശമുള്ളത്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. Which of the following is not characteristics of equity shares? ഇക്വിറ്റി ഷെയർസിന്റെ സവിശേഷത അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. വോട്ടിംഗ് റൈറ്റ്, ഓണർഷിപ്പ് സെക്യൂരിറ്റി, ഇത് രണ്ടും ഇക്വിറ്റി ഷെയറിന്റെ സവിശേഷതകളാണ്. ദെൻ റെസിഡ്യുവൽ ഓണേഴ്സ്, അതും ഇക്വിറ്റി ഷെയറിന്റെ സവിശേഷതയാണ്. ഫിക്സഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഇക്വിറ്റി ഷെയർസിന് കിട്ടില്ല, അതുകൊണ്ട് അതാണ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത്. ഡിബഞ്ചേഴ്സ് which can be converted into equity shares. Converted in equity shares are called convertible debentures. ഡിബഞ്ചേഴ്സിനെ ഇക്വിറ്റി ഷെയർസ് ആയിട്ട് മാറ്റാൻ പറ്റുന്നതിനെ പറയുന്നതാണ് കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്നാണ് പറയുക. ഡിബഞ്ചർ ഇഷ്യൂഡ് വിത്തൗട്ട് ദ നെയിം ഓഫ് ഓണർ ഈസ് ഡാഷ് ഡിബഞ്ചർ. അതായത് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് ഓണറുടെ പേരിലല്ല. അങ്ങനെയുള്ള ഡിബഞ്ചേഴ്സിനെ പറയുന്നതാണ് അൺരജിസ്റ്റേർഡ് ഓർ നേക്കഡ് ഡിബഞ്ചേഴ്സ് എന്നാണ് പറയുക. അൺരജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ്. Which of the following is not characteristics features of debenture? ഡിബഞ്ചറിന്റെ ഫീച്ചർ അല്ലാത്ത അല്ലെങ്കിൽ സവിശേഷത അല്ലാത്തത് ഏത്? ഓണർഷിപ്പ് സെക്യൂരിറ്റി, ജനറലി സെക്യൂർ, പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സർപ്ലസ് പ്രോഫിറ്റ്, ദെൻ ഗ്യാരണ്ടി ഓഫ് റിട്ടേൺ. ഇതിൽ കറക്റ്റ് ആൻസർ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സർപ്ലസ് പ്രോഫിറ്റ് എന്നുള്ളതാണ്. ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിലെ കറക്റ്റ് ആൻസർ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സർപ്ലസ് പ്രോഫിറ്റ്. സർപ്ലസ് പ്രോഫിറ്റില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവകാശം ആർക്കില്ല? ഡിബഞ്ചേഴ്സിന്, ഡിബഞ്ചർ ഹോൾഡർക്ക് ഇല്ല. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആർ കോൾഡ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ പറയുന്നത് ഓണർ ഓഫ് ദ കമ്പനി, പാർട്ട്നേഴ്സ് ഓഫ് ദ കമ്പനി, എക്സിക്യൂട്ടീവ്സ് ഓഫ് ദ കമ്പനി, ഗാർഡിയൻസ് ഓഫ് ദ കമ്പനി. അതിൽ കറക്റ്റ് ആൻസർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആരാണ്? ഓണേഴ്സ് ഓഫ് ദ കമ്പനിയാണ്, കമ്പനിയുടെ ഉടമസ്ഥരാണ്. സുമേഷ് an NRI is interested to invest the company but he is not ready to take up more risk. Which type of security he should buy? സുമേഷ് എന്നുള്ള ഒരു NRI ആണ്. സുമേഷ് NRI ആണ്, നോൺ റെസിഡന്റ് പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റഡ് ടു ഇൻവെസ്റ്റ് ഇൻ കമ്പനി, അദ്ദേഹത്തിന് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. എന്നാൽ ബട്ട് ഹി ഈസ് നോട്ട് റെഡി ടു ടേക്ക് അപ്പ് മോർ റിസ്ക്. പക്ഷെ കൂടുതലായിട്ടുള്ള ഒരു റിസ്ക് എടുക്കാനായിട്ടുള്ള ഒരു റെഡി അല്ല, അദ്ദേഹം തയ്യാറല്ല. അതുകൊണ്ട് തന്നെ വിച്ച് ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി ഹി ഷുഡ് ബൈ. അതുകൊണ്ട് ഏത് ടൈപ്പ് സെക്യൂരിറ്റിയാണ് അദ്ദേഹം വാങ്ങുന്നത് നല്ലത്? ഏതാണ്? പ്രിഫറൻസ് ഷെയർസ് ആണ്. അത് ഫിക്സഡ് ഇൻകം കിട്ടും, അതുപോലെ തന്നെ അധികം റിസ്ക് ഇല്ലാത്ത ഒരു സെക്യൂരിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഏതാണ് നല്ലത്? പ്രിഫറൻസ് ഷെയർ എടുക്കുന്നതാണ് നല്ലത്. മുൻഗണന ഓഹരികൾ.
ഡാഷ് ഇസ് ദ മാഗ്ന കട്ട ഓഫ് ദ കമ്പനി. കമ്പനിയുടെ മാഗ്ന കട്ട എന്ന് പറയുന്നതും കൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതും ഇതിനെയാണ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനെയാണ്. ഭരണഘടന എന്ന് പറയുന്നതും മാഗ്ന കട്ട എന്ന് പറയുന്നതും ഇതിനെയാണ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനെയാണ്. The procedure for conducting company meeting, voting, quorum, poll and proxy will be mentioned in the prospectus, memorandum of association, articles. അപ്പോൾ കമ്പനിയുടെ ഇന്റേണൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ്. This clause is the form of declaration. It states that the subscribers express the willingness and agreement to form the company, named the clause of memorandum of association. മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിലെ ഒരു ക്ലോസിൽ അതിൽ ആ ഡിക്ലറേഷനിൽ സബ്സ്ക്രൈബേഴ്സിന്റെ വില്ലിങ്നെസ്സും എഗ്രിമെന്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രതിപാദിച്ചിരിക്കും. അവരുടെ സമ്മതം പറഞ്ഞിട്ടുണ്ടാവും. അതിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സമ്മതമാണ് എന്നുള്ള ഒരു ഡിക്ലറേഷൻ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള പ്രഖ്യാപനമുള്ള ക്ലോസ് ഏതാന്നുള്ളതാണ്. അസോസിയേഷൻ ക്ലോസ് ആണ് കറക്റ്റ് ആൻസർ. Directors of a public limited company decided to give advertisement in all newspapers for subscribing their shares. Identify the document given below. പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിലെ ഡയറക്ടേഴ്സ് അവർ തീരുമാനിക്കുകയാണ് പേപ്പറിൽ അഡ്വർടൈസ്മെന്റ് കൊടുക്കാനായിട്ട്. സബ്സ്ക്രൈബിങ്, അതായത് ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ്. ഐഡന്റിഫൈ ദ ഡോക്യുമെന്റ്. അങ്ങനെ ഏത് ഡോക്യുമെന്റിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലെങ്കിൽ പ്രതിപാദിക്കുന്നത്? ടേബിൾ എ ആണോ, മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ആണോ, പ്രോസ്പെക്ടസ് ആണോ? നമുക്കറിയാം കറക്റ്റ് ആൻസർ ഏതാണ്? പ്രോസ്പെക്ടസ് ആണ്. അതൊരു ഇൻവിറ്റേഷൻ ആണ് അല്ലെ, പബ്ലിക്കിനുള്ള ഒരു ഇൻവിറ്റേഷൻ ആണ്. ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു കാര്യം പ്രതിപാദിക്കുന്ന ഇതിലൂടെയാണ്, പ്രോസ്പെക്ടസിലൂടെയാണ്. ഒരു ഇൻവിറ്റേഷൻ കൊടുക്കുന്നത് പ്രോസ്പെക്ടസിലൂടെയാണ്. അപ്പൊ കറക്റ്റ് ആൻസർ പ്രോസ്പെക്ടസ് ആണ്. I undertake to form the new company and carry out all the preliminary work in connection with its establishment. Who am I? അതായത് ഒരു കമ്പനിയുടെ മുഴുവനായിട്ടുള്ള കാര്യങ്ങൾ, പുതിയൊരു കമ്പനി തുടങ്ങുമ്പോൾ അതിന്റെ പ്രിലിമിനറി വർക്കുകൾ, അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ കമ്പനി തുടങ്ങുന്നതിന് മുമ്പുള്ള എല്ലാ തരത്തിലുള്ള വർക്കുകളും ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ആരാണ്? അദ്ദേഹമാണ് പ്രൊമോട്ടർ എന്നാണ് പറയുക. പ്രൊമോട്ടർ. കറക്റ്റ് ആൻസർ പ്രൊമോട്ടർ ആണ്. മൾട്ടിപ്പിൾ ഷോപ്സ് ആർ ഓൾസോ നോൺ ആസ്. മൾട്ടിപ്പിൾ ഷോപ്പിന്റെ മറ്റൊരു പേര് എന്താണ്? ചെയിൻ സ്റ്റോർ എന്നാണ് പറയുക. ചെയിൻ സ്റ്റോർ. ബാറ്റ ഷൂ കമ്പനി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ബാറ്റ ഷൂ കമ്പനി എന്തിന്റെ എക്സാമ്പിൾ ആണ്? ചെയിൻ സ്റ്റോറിന്റെ എക്സാമ്പിൾ ആണ്. സൂപ്പർ മാർക്കറ്റ് ആർ ഓൾസോ നോൺ ആസ്. സൂപ്പർ മാർക്കറ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് സെൽഫ് സർവീസ് സ്റ്റോർ. സ്വയം സേവന ഒരു സ്റ്റോറിനെയാണ് എന്ന് പറയാ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത്. The shops which are owned by the same proprietor and located in different parts of the city or country. ഒരു ഷോപ്പ് അത് സ്വന്തമാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ കൈവശമുള്ളത് ഒരു സെയിം ഓണറുടെ കയ്യിൽ തന്നെയായിരിക്കും. പക്ഷെ അത് പല ഒരു സിറ്റിയിലായാലും അല്ലെങ്കിൽ ഒരു രാജ്യത്തായാലും പല സ്ഥലങ്ങളിലും നമുക്ക് ഈ സെയിം ഷോപ്പ് തന്നെ കാണാനായിട്ട് സാധിക്കും. സെയിം അപ്പിയറൻസിലായിരിക്കും അത് ഉണ്ടായിരിക്കുക. അങ്ങനെയുള്ള ഷോപ്പിനെ പറയുന്നതാണ് എന്താണ്? മൾട്ടിപ്പിൾ ഷോപ്പ് എന്നാണ് പറയുക. ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ തന്നിട്ടുണ്ട്, സൂപ്പർ ബസാർ, മെയിൽ ഓർഡർ ബിസിനസ് ഒക്കെ തന്നിട്ടുണ്ട്. കറക്റ്റ് ആൻസർ ഏതാണ്? മൾട്ടിപ്പിൾ ഷോപ്പ് അഥവാ ചെയിൻ സ്റ്റോർ ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഡാഷ് ഈസ് ദ ലിങ്ക് ബിറ്റ്വീൻ ഹോൾസെയിലർ ആൻഡ് കൺസ്യൂമർ. ഹോൾസെയിലറും കൺസ്യൂമർ ആയിട്ടുള്ള ഒരു ലിങ്ക് ആർക്കാണ് ഉണ്ടാവുക? റീറ്റെയിലർക്കാണ്. ചില്ലറ വ്യാപാരിക്കാണ് ഹോൾസെയിലർ. മൊത്ത വ്യാപാരിയായിട്ടും ഉപഭോക്താവായിട്ടുള്ള ഒരു ലിങ്ക് ഉണ്ടാവുന്ന ആർക്കാണ്? റീറ്റെയിലർക്കാണ്. ഫൈൻഡ് ദ ഓഡ് വൺ ഓഫ് ഫ്രം ദ ഫോളോയിങ്. സ്ട്രീറ്റ് സ്റ്റാള്, then സ്പെഷ്യാലിറ്റി ഷോപ്പ്, ജനറൽ സ്റ്റോർ, സ്ട്രീറ്റ് വെൻഡേഴ്സ്. ഇതിൽ ഓഡ് വണ്ണ് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കിയെല്ലാം എന്താണ്? സ്മോൾ സ്കെയിൽ ഫിക്സഡ് ഷോപ്പ് റീറ്റെയിൽ സ്റ്റോഴ്സ് ആണ്. ഏതെല്ലാം? സ്ട്രീറ്റ് സ്റ്റാൾ ആയാലും സ്പെഷ്യാലിറ്റി ഷോപ്പ് ആയാലും ജനറൽ സ്റ്റോർ ആയാലും. സ്ട്രീറ്റ് വെൻഡർ അതിൽ എക്സെപ്ഷണൽ ആണ്. അതുകൊണ്ട് തന്നെ ഓഡ് വൺ ഏതാണ്? സ്ട്രീറ്റ് വെൻഡേഴ്സ് ആണ്. Which one of the following person help the customer in taking right buying decision? കറക്റ്റ് ബൈയിങ് ഡിസിഷനെ സഹായിക്കുന്ന, കസ്റ്റമറിനെ സഹായിക്കുന്ന വ്യക്തി ആരാണ്? മാനുഫാക്ചർ ആണോ, റീറ്റെയിലർ ആണോ, ഹോൾസെയിലർ ആണോ, കമ്മീഷൻ ഏജന്റ് ആണോ? ഏറ്റവും കൂടുതൽ കണക്ഷൻ ആരായിട്ട് കൺസ്യൂമറിന് ഉണ്ടാവുക? റീറ്റെയിലർ ആയിട്ടാണ് അല്ലെ. അപ്പൊ ചില്ലറ വ്യാപാരിയാണ് അതിനുവേണ്ടി സഹായിക്കുന്നത്. ട്രേഡ് ബിറ്റ്വീൻ ബാംഗ്ലൂർ ആൻഡ് മുംബൈ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് ട്രേഡ്. ബാംഗ്ലൂരും മുംബൈയും തമ്മിലുള്ള ഒരു കച്ചവടം അത് ഏതിലാണ് വരുന്നത്? ഏതിന്റെ എക്സാമ്പിൾ ആണെന്നാണ് ചോദിച്ചത്. ഏത് ടൈപ്പിലുള്ള ട്രേഡ് ആണ്? ഫോറിൻ ട്രേഡ് ആണോ, ഹോൾസെയിൽ ട്രേഡ് ആണോ, ഹോം ട്രേഡ് ആണോ? നമുക്കറിയാം ഒരു രാജ്യത്തിന്റെ ഉള്ളിൽ വെച്ച് നടക്കുന്ന ട്രേഡ് ആണ്. രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഒരു ട്രേഡുകളാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ കറക്റ്റ് ആൻസർ ഹോം ട്രേഡ് എന്നുള്ളതാണ്. ഹോം ട്രേഡ് ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്, ഒരു 25 വൺ വേർഡുകളാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നന്നായി പഠിക്കുക. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. നന്നായി സ്കോർ ചെയ്യുക എക്സാമിന്. ഓക്കെ, താങ്ക് യു.